കർണാടകയിലെ പുത്തൂരിൽ മലയാളിക്ക് വെടിയേറ്റു. കാസർഗോഡ് സ്വദേശി അബ്ദുള്ളയ്ക്കാണ് വെടിയേറ്റത്. കന്നുകാലികളെ കടത്തിയ വാഹനം പോലീസ് തടഞ്ഞപ്പോൾ നിർത്താത്തതിനെ തുടർന്ന് വെടിയുതിർത്തതെന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ കാസർഗോഡ് ചെയ്യുന്നു. അരുൺ, എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഈ പറയുന്ന അബ്ദുള്ളയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? എന്താണ് പോലീസ് ഭാഷ്യം? സുഹൈല്, ഇന്ന് പുലർച്ചെ കേരള കർണാടക അതിർത്തിയായ ഈശ്വരമംഗളയിലാണ് ഈ സംഭവം നടക്കുന്നത്. പുത്തൂർ പോലീസ് ഇവർ കന്നുകാലികളുമായി വരുന്ന വാഹനം തടയുകയായിരുന്നു. വാഹനത്തിൽ അനുവദിച്ചതിലും അധികം കന്നുകാലികളെ കണ്ടതോടെയാണ് പുത്തൂർ പോലീസ് ഈ വാഹനം തടഞ്ഞത്. പക്ഷേ വാഹനം നിർത്താതെ പോയി. അബ്ദുള്ളയായിരുന്നു ഡ്രൈവർ. അബ്ദുള്ളയ്ക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. വാഹനം നിർത്താതെ പോയത് മാത്രമല്ല, പോലീസ് പിന്തുടർന്നതോടുകൂടി വാഹനം നിർത്തിയതിനു ശേഷം ഇവർ ഇറങ്ങി ഓടുകയും ചെയ്തു. ഇതാണ് പോലീസ് വെടിവെക്കാൻ കാരണമായത്. കാലിനാണ് വെടിയേറ്റിരിക്കുന്നത്. വാഹനത്തിലും വെടിയേറ്റിട്ടുണ്ട്. ഈ കാലിന് വെടിയേറ്റ ഈ അബ്ദുള്ളയെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വലിയ പരുക്കൊന്നുമില്ല എന്നാണ് പറയുന്നത്. പോലീസ് പറയുന്ന കാര്യം അതാണ്. ബെല്ലാരി പോലീസ് സ്റ്റേഷനിലാണ്, സുള്ളിയിലെ ബെല്ലാരി പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. അബ്ദുള്ളയ്ക്കും സഹായിക്കുമെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ഇനി ഇതിന് പുറകിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവർ ഇറങ്ങി ഓടിയതോടുകൂടെ പോലീസിന് സംശയമായത്, അതാണ് ഒരു വെടിവെപ്പിന് കാരണമായതെന്നും പോലീസ് പറയുന്നുണ്ട്. ബെല്ലാരി പോലീസ് സ്റ്റേഷനിൽ FIR രേഖപ്പെടുത്തി സംഭവം അന്വേഷിക്കുന്നുണ്ട്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.